ഓരോ സംഗീതത്തിനും ഒരു കഥയുണ്ട്. ആ കഥയുടെ യാത്രയാണ് ഇന്ന് സാംസ് ടോക്സിലൂടെ ആരംഭിക്കുന്നത്. സോ ഹലോ ഗൈസ്, വെൽക്കം ടു ദ വെരി ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് സാംസ് ടോക്സ്. Today we have a beautiful and talented musical couple with us, Varghese and Mahima from Couple of Melodies. So let's welcome our sweet couple to Sam's Talks. From creating soulful melodies together to inspiring couples through music, their journey is truly special. Today we are excited to hear more about their story, passion, love for music and the moments behind the beautiful performances. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവരെ പരിചയപ്പെടാം. സോ നിങ്ങൾ തന്നെ തുടങ്ങിക്കോ. എൻ്റെ പേര് വർഗീസ് പാലപ്പുറം എന്നാണ്. ഞാൻ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഓഫീസിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട്. എൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. അതാണ് എന്നെപ്പറ്റി. എൻ്റെ പേര് മഹിമ മാത്യു. എൻ്റെ സ്വന്തം വീട് കൂത്താട്ടുകുളം ഇടയാറാണ്. കല്യാണം കഴിച്ചേക്കുന്നത് മൂവാറ്റുപുഴ. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ബാംഗ്ലൂർ BDO റൈസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ആക്ച്വലി നിങ്ങൾ വൈറലായത് നിങ്ങളുടെ മാരേജിൽ കൂടിയാണ്. സോ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ഒന്ന് പറയാമോ, ഒന്ന് ഷെയർ ചെയ്യാമോ? ആക്ച്വലി എനിക്ക് പണ്ട് തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ വിവാഹത്തിന് ഞാനും എൻ്റെ വൈഫും ഞങ്ങൾക്ക് ഒരുമിച്ച് കൊയർ പാടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ കല്യാണത്തിന് മുന്നേ ഞാൻ മഹിമയെടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇവർക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെയല്ല, എനിക്ക് പാട്ടുകൾ മൊത്തത്തിൽ കാണാപ്പാടം അതൊരു ടെൻഷനായിരുന്നു. മൊത്തം പാടാൻ പറ്റുമോ, കണ്ടു പാടാൻ പറ്റുമല്ലോ. നമ്മൾ കൊയറിന് പോകുമ്പോൾ ബുക്ക് നോക്കിയാ പാടുന്നത്. ആ ഒരു ടെൻഷനായിരുന്നു. പിന്നെ കല്യാണത്തിന് മുന്നേ കുറെ ഇരുത്തി ഞാൻ പഠിപ്പിച്ചു. സുറിയാനി ഉണ്ടായിരുന്നു, അതും കുറെ ഇങ്ങനെ അയച്ചു കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങള് എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ കൂടെ ഓൾറെഡി കൊയർ ഉണ്ടായിരുന്നു. അങ്കിത് അച്ഛൻ്റെ കൊയറും ഓൾറെഡി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ആദ്യം വീട്ടിൽ പറഞ്ഞപ്പോ വീട്ടുകാർക്ക് അത്ര സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. വേണോ കൊയറ് കല്യാണം അല്ലേ, കൊയറ് പാടണോന്നൊക്കെ ചോദിച്ചു. നമ്മളിങ്ങനെ നല്ലല്ലേ നമ്മള് തന്നെ കുറച്ച് പേര് മാത്രമായിരുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുള്ളൂ ചെയ്യാനായിട്ട്. അവസാനം നമ്മളെ സൗണ്ട് ചെയ്യണ ചേട്ടൻ്റെ അടുത്ത് മറ്റേ കോളർ മൈക്ക് ഒക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ എല്ലാം സെറ്റായിരുന്നു. അങ്ങനെ ഒരു പാട്ടിലും നമുക്ക് അങ്ങനെ പാടാതെ ഒരു തെറ്റൊന്നും അങ്ങനെ വന്നില്ല. പിന്നെ ഞങ്ങൾ വീഡിയോ കിട്ടിയപ്പോൾ ഏറ്റവും ആദ്യം പതിവ്രതയാണ് നമ്മൾ ആദ്യമായിട്ട് ഇടുന്നത്. ഞങ്ങൾ ഏറ്റവും ആദ്യം കപ്പിൾ ഓഫ് മെലഡീസ് എന്ന് പറയുന്ന പേര് കണ്ടുപിടിച്ചു. പിന്നെ അതിൻ്റെ ലോഗോ ക്രിയേറ്റ് ചെയ്ത് ചുമ്മാ ഒരു യൂട്യൂബ് ചാനൽ എന്തായാലും ഒരു വഴിക്ക് പോലും അത് ആക്ച്വലി ഞങ്ങൾക്ക് വീഡിയോസ് എല്ലാം കിട്ടി. ഒരു 1 മന്തിന് മേളിലെടുത്തു വീഡിയോസൊക്കെ കിട്ടാനായിട്ട്. സോ ഓഗസ്റ്റിൽ കല്യാണം കഴിഞ്ഞു. ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഫെബ്രുവരിയിൽ അപ്പോൾ പതിവ്രതയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ അകത്ത് വീഡിയോ. അപ്പൊ ഞങ്ങൾ ചുമ്മാ ഒരു ഓണത്തിന് ക്രിയേറ്റ് ചെയ്തതാണ് ശരിക്കും പറഞ്ഞ ഈ യൂട്യൂബ് ചാനല്. ഈ പേര് ഞങ്ങൾ ആദ്യം എന്ത് വേണമെന്ന് ആലോചിച്ചു. അപ്പൊ ഇങ്ങനെ കിട്ടിയതാണ്. എവിടെ ഗൂഗിളിലൊക്കെ തപ്പി അങ്ങനെ കിട്ടിയത്. അപ്പൊ നോക്കിയപ്പോ കപ്പിൾ ഓഫ് മെലഡീസിന് 2 മീനിങ് വരുന്നുണ്ടല്ലോ. കപ്പിൾ വരുന്നുണ്ട്, കുറച്ച് പാട്ടുകൾ എന്നുള്ള 2 മീനിങ് വരുന്നുണ്ട്. അപ്പൊ 2 പേർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പേര് സെലക്ട് ചെയ്തു. ഉണ്ണി അതിന്റെ ലോഗോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് സെറ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ എന്നാൽ പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ യൂട്യൂബിൽ ചുമ്മാ അപ്ലോഡ് ചെയ്തു. ഒരു ദിവസം രാത്രി ഞാൻ അപ്ലോഡ് ചെയ്തു. ഞാൻ മുംബൈയിലായിരുന്നു അന്നേരം. ഞങ്ങൾ രണ്ടുപേരും, ഇവള് ബാംഗ്ലൂരായിരുന്നു, ഇവള് ജോലി സ്റ്റാർട്ട് ചെയ്തായിരുന്നു ബാംഗ്ലൂർ. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ചുമ്മാ അപ്ലോഡ് ചെയ്തു. ഒരു ദിവസം രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാത്രി ആയപ്പോൾ ഞാൻ ചുമ്മാ, എനിക്ക് എക്സ്പെക്ടേഷൻ ഒന്നുമില്ല ഇതങ്ങനെ ഒത്തിരി ആൾക്കാർ കാണുമെന്നൊന്നും വിചാരിച്ചൊന്നുമില്ല. അപ്പം ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ രാത്രി 2500 വ്യൂസ് ഒറ്റ നൈറ്റിൽ.
അപ്പൊ ഞാൻ ഇവളെ അപ്പൊ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലെ 258 എന്ന് പറയുമ്പോ ചിലപ്പോ കാണുന്നവർക്കും അതിനാണ് ഇത്ര എക്സൈറ്റ്മെന്റ് തോന്നും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ഇത്രയും വ്യൂസ് ഇത്രയൊക്കെ വരുമോന്നായി. പക്ഷെ അതെന്താ വെച്ചാൽ ഞാൻ നേരത്തെ എന്റെ വർഗീസ് പാലപ്പുറം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ചുമ്മാ ചെറിയ ഷോർട്സ് ഒക്കെ ഇടുമ്പോഴാണെങ്കിൽ എനിക്ക് മാക്സിമം ഒരു 500 വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ 2500 വ്യൂസ് എന്ന് പറഞ്ഞപ്പോൾ വി വെർ റിയലി എക്സൈറ്റഡ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഷെയർ ചെയ്യാൻ തുടങ്ങി. അന്ന് ഞങ്ങൾ ഒരു ദിവസത്തേക്ക് ഞങ്ങൾ ഷെയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചുമ്മാ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ യൂട്യൂബിൽ. പിന്നെ ഞങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഭയങ്കര വൈറലായി. അത് കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും കുറേ പേര് അവരുടെ സ്വന്തം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എടുത്ത് റീപോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇതായി. പിന്നെ കുറേ കമൻറ്റുകൾ ഒക്കെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു വിമർശിക്കാനായിട്ട് ഒത്തിരി നെഗറ്റീവ് കമന്റ്സും വന്നു. നമ്മള് കല്യാണത്തിന്റെ സമയത്ത് പ്രാർത്ഥനയോടെ നിക്കണ്ടല്ലേ, അതിന് നിങ്ങൾ പാടിക്കൊണ്ടാണോ നിക്കുന്നത്, അങ്ങനത്തെ കമന്റ്സും വന്നു. പക്ഷെ നമ്മുടെ ഫാമിലിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ആദ്യമായിട്ട് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായി. ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര കുറേ പേര് നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ ഇട്ടുണ്ടായിരുന്നു. നമുക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു വിഷമം തോന്നി. പിന്നെ അത് ഓക്കെ, പിന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ വൈറലാവുന്നത് ഉള്ളതാണ്, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല, യു ഗോ ഹെഡ് എന്ന് പറഞ്ഞു. അതെ. അങ്ങനെ പിന്നെ കുറേ പേര്, നല്ല അച്ഛന്മാരൊക്കെ കുറേ പേര് ഞങ്ങൾ വിളിച്ച് നല്ല സപ്പോർട്ട് ചെയ്തു. റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എവിടെ പോയാലും അല്ല, ആദ്യം നമ്മൾ നിങ്ങൾ എവിടെയോ കണ്ടുപരിചയമുണ്ടല്ലോ ഇങ്ങനെ ചോദിക്കണം. അപ്പൊ ഞങ്ങളൊരു പാട്ട് പാടിയായിരുന്നു. ഇപ്പൊ എവിടെ ചെന്നാലും, ഈവൻ മുംബൈയിലാണെങ്കിലും ഇവിടെ ബാംഗ്ലൂർ വന്നപ്പോഴാണെങ്കിലും നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ അറിയില്ലാത്തവരൊക്കെ കണ്ടുവന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കും, നമ്മുടെ അടുത്ത് എവിടെ കണ്ടിട്ടുണ്ടെന്ന് പറയും. അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ എന്റെ ഒരു ഫ്രണ്ടൊക്കെ അവളുടെ കുഞ്ഞിന് രാവിലെ ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ ഒക്കെ പാട്ട് കേട്ടോണ്ട് അവള് കഴിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാവും നമുക്ക്. സോ ഗൈസ്, നമുക്ക് ആ ഒരു പാട്ട് കേട്ടാലോ? വൈറലായ ഒരു സോങ്. പിന്നെന്താ? ഓക്കെ. അതിവൃതയാം പരിപാവന സഭയിൽ വാനോൻ കാന്തൻ വീട്ടൊരു നേരം ശീമോയോ ഹന്നാനെന്നിവരെ ആഹ്വാനം ചെയ്ൽപ്പിച്ചേവം വീടിൻ ഭരണം ശീമോനി സുവിശേഷം യോഹന്നാനി കൽപ്പിച്ചാൽ വിലയേറിയിടും രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. അപ്പൊ നമുക്കിനി കുറച്ച് വീട്ടുവിശേഷങ്ങളായാലോ? സോ ആരാ തുടങ്ങുന്നത്? ഞാൻ തുടങ്ങാം. ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ഞങ്ങളുടെ കൂടെ എൻ്റെ അനിയനും എൻ്റെ കസിൻ അനിയനും ഉണ്ട്. അവരവിടെ സെയിൻറ്റ് ജോസഫ്സിൽ ഒരാൾ PG ഒരാൾ ഡിഗ്രിയും ചെയ്യുന്നു. പിന്നെ നാട്ടിലേക്ക് വന്നാൽ അപ്പ സ്മിത്ത് വർഗീസ്, ആള് ബിസിനസ്മാനാണ്. അമ്മയ്ക്കും അതുപോലെ ഒരു ബൊട്ടീക്കുണ്ട് മൂവാറ്റുപുഴ. പിന്നെ അനിയൻ ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെയാണ്. ദാറ്റ്സ് ഇറ്റ് അബൌട്ട് മൈ ഫാമിലി. എനിക്ക് എൻ്റെ ഫാമിലിയിലെ അപ്പ, അമ്മ, ചേച്ചിയുടെ ഹസ്ബൻഡ്, ഒരു കുട്ടിയുണ്ട്. അപ്പം മൂവാറ്റുപുഴ ഒരു ഓഫീസിലേക്കുമാണ്, ടാക്സ് പ്രാക്ടീഷണറാണ്. അമ്മ ഹൗസ് വൈഫാണ്. ചേച്ചിയും ചേട്ടനും കൊച്ചും ന്യൂസിലൻഡിൽ സെറ്റിൽഡ് ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ബാംഗ്ലൂരിൽ സെറ്റിൽ ആണല്ലോ. അപ്പോൾ അവിടത്തേക്കൊരു കാര്യങ്ങൾ എങ്ങനെ പോകുന്നു വർക്ക് ലൈഫ്? അങ്ങനെ വർക്ക് ഞങ്ങൾ രാവിലെ 10 to 8 ജോബാണ്. പിന്നെ ഉണ്ണിക്ക് നല്ല വർക്കുണ്ട്. എനിക്ക് നല്ല വർക്ക്, എനിക്കൊരു കഴിഞ്ഞൊരു നവംബർ തൊട്ട് ഏപ്രിൽ വരെ നല്ല വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ഒരു സമാധാനം വന്നിട്ടുണ്ട്. പിന്നെ സൺഡേസിലാണെങ്കിലും സാറ്റർഡേ സൺഡേസ് ഞങ്ങൾ ഒബ്വിയസ്ലി ഞങ്ങൾ പള്ളിയിൽ പോകും. അവിടെ അടുത്ത് തന്നെ ക്വീൻസ് റോഡിൽ നിന്ന് ഒരു ചർച്ചുണ്ട്, അവിടെ ഞങ്ങൾ കൊയറിലുണ്ട്. സൺഡേസ് അതാണ് ഞങ്ങളുടെ മെയിൻ ഇത്. പിന്നെ അത് കഴിഞ്ഞാൽ ചില സമയത്ത് ഞങ്ങൾക്ക് സൽവാർ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേം ഉണ്ട്. യെസ്, ഓൺലൈൻ ക്ലോത്തിങ് ഇതുണ്ട്. പിന്നെ അതിന്റെ വീഡിയോസ് ചെയ്യുക, പിന്നെ ഇതുപോലെ പാട്ടുകൾ സൺഡേസിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്യുക, അതിന്റെ വീഡിയോസ് എടുക്കുക. അപ്പോൾ ഈ ഫ്രീ ടൈം സൺഡേസിലൊക്കെയാണ്
സാറ്റർഡേ സൺഡേസ് ബോത്ത് 2 ദിവസവും ഫുള്ളി ബുക്ക്ഡ് ആണ്. സാറ്റർഡേ ഒന്നല്ലേ സൽവാ സ്റ്റോറീസിന്റെ വീഡിയോസ് എടുക്കും, അല്ലെങ്കിൽ പർച്ചേസിന് പോവും. വൈകിട്ട് നമ്മള് പാട്ടിന്റെ റെക്കോർഡിങ് കാര്യങ്ങള് ഷൂട്ടിങ് ഇങ്ങനെയൊക്കെ ആയിട്ട് സാറ്റർഡേ സൺഡേ ഫ്രീ ആയിട്ട് എന്തായാലും സാറ്റർഡേ സൺഡേ ഉണ്ടെങ്കിൽ അത് നാട്ടിലായിരിക്കും. നിങ്ങൾ ആക്ച്വലി ഡിവോഷനിൽ മാത്രമാണോ ഫോക്കസ് ചെയ്യാറ് കൂടുതലും? ഇപ്പൊ നിലവിലെ കപ്പിൾ ഓഫ് മെലഡീസിന്റെ വീഡിയോസ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡിവോഷണൽ സോങ്സ് ആണ്. ആകെ ഒരു വീഡിയോ മാത്രമേ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളൂ, ഇത് ഒരു സിനിമാ പാട്ട് ചെയ്തേക്കുന്നത്. ഞാൻ പക്ഷെ നേരത്തെ നാട്ടിലായിരുന്നപ്പോൾ, ഞാൻ 3 വർഷമായിട്ട് നാട്ടിലില്ല ഇപ്പോൾ. അതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ബാൻഡിന്റെ പരിപാടിയും അതുപോലെ വെഡിങ് റിസപ്ഷൻ പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് കുറെ പരിപാടികൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. അതിന്റെയൊക്കെ കുറെ മെമ്മറീസ് ഇല്ലേ? പിന്നില്ലേ, അതൊക്കെ ജസ്റ്റ് ഒന്ന് പറയാമോ? അതാണ് ഇപ്പൊ ഏറ്റവും മിസ് ചെയ്യുന്നത്. ഇപ്പൊ മുംബൈക്ക് പോയപ്പോഴാണേലും ബാംഗ്ലൂർ പോയപ്പോഴാണേലും ആൾക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് ഇവിടെ നടന്നുകൊണ്ടിരുന്ന പ്രോഗ്രാംസിന് പോകുന്നത്, അതൊക്കെയാണ്. ഞാൻ പിന്നെ അങ്ങനെ പോകാറില്ല. ഞാൻ പള്ളിയിലെ കൊയർ അങ്ങനെ നിൽക്കുന്ന ആളാണ്. കുറെ പ്രോഗ്രാംസിനൊക്കെ പോകുന്ന ആളായിരുന്നു. അപ്പം ഈ ബാംഗ്ലൂർ മുംബൈയിലോട്ട് മാറി കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ഉണ്ടായിരുന്നപ്പോൾ ഒരു സീസൺ ആയി കഴിഞ്ഞാല് ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കീബോർഡ് വായിക്കുന്ന ചേട്ടായിണ്ട്. ഞങ്ങൾ അവിടെ ജ്ഞാനായ പരിപാടി ചെയ്യും, അതുപോലെ ചന്തം ചാർത്ത്, പിന്നെ റിസപ്ഷൻ പരിപാടികൾ, ഗാനമേള, പിന്നെ കൊയർ, എല്ലാ പരിപാടിക്കും പോവായിരുന്നു. അത് ഭയങ്കര നല്ലൊരു ലൈഫായിരുന്നു ആ സമയത്ത്. പിന്നെ ഉറപ്പായിട്ടും അത് എന്തായാലും മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നാട്ടിൽ നിന്ന് പോയ പിന്നെ ഭയങ്കര ഒരു മിസ്സിങ് ആണ് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പൊ അത് യൂസ് ടു ആയി. പിന്നെ ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഇടയ്ക്ക് കൊയറുകളൊക്കെ പിടിക്കും. അതുകൊണ്ട് അങ്ങനെ സ്റ്റിൽ ആ ഒരു റിലേഷൻ ഇതുവരെ വിട്ടിട്ടില്ല കൊയറുമായിട്ടുള്ളത്. ചേട്ടായിക്ക് ഇവിടെ ബാൻഡിന്റെ കുറെ മെമ്മറീസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ഫേവറേറ്റ് സോങ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാവോ? ലൈക്ക് എപ്പോഴും പാടിക്കൊണ്ടൊക്കെ ഇരുന്ന് അങ്ങനെ. ഓക്കെ. हर घड़ी बदल रही है धूप जिंदगी, छाव है कभी कभी है धूप जिंदगी, हर पल यहाँ जी भर जियो, जो है समा कल हो न हो, हर घड़ी बदल रही है धूप जिंदगी, छाव है कभी कभी है धूप जिंदगी, हर पल यहाँ जी भर जियो, जो है समा कल हो न हो. നിങ്ങളുടെ മീറ്റപ്പ് ആക്ച്വലി എങ്ങനെയായിരുന്നു? എങ്ങനെ ഈ സുന്ദരിയായ ചേച്ചിനെ ചേട്ടയെ കണ്ടുപിടിച്ചേ? നേരെ തിരിച്ചു പറയാനായിരിക്കും ഈ സുന്ദരനായ ചേട്ടനെ എങ്ങനെ കണ്ടുപിടിച്ചതാണ്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കൊയറിനും ഒക്കെ പള്ളികളിൽ പാടാനൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോ ഞങ്ങളുടെ പള്ളിയിലെ സുവിശേഷത്തിന് അതെന്താ ആദ്യമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ സുവിശേഷത്തിന് പുറത്തുനിന്ന് ഒരാളെ വിളിക്കുന്നത്. ഞങ്ങളുടെ പള്ളിയിൽ പാടിക്കൊണ്ട് നേബിൻ എന്ന് പറഞ്ഞ ചേട്ടന് ആ പ്രാവശ്യം വരാൻ പറ്റിയില്ല. അപ്പോൾ അച്ഛൻ വേറൊരാളെ അറേഞ്ച് ചെയ്തു. ആ ആൾക്കും വരാൻ പറ്റിയില്ല. അപ്പൊ ആ ആൾ അറേഞ്ച് ചെയ്തതാണ് വർഗീസിന്. അങ്ങനെ ഫീമെയിൽ വോയിസ് പള്ളിയിൽ നിന്ന് തന്നെയായിരുന്നു, മെയിൽ വോയിസ് മാത്രം. പിന്നെ കീബോർഡ് വായിക്കാൻ പൗലോസൂട്ടിയും വന്ന്. അങ്ങനെ വന്ന് 3 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഡേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യണം, ജസ്റ്റ് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് ഒക്കെ അയച്ചു. പക്ഷെ അന്നേരം ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായില്ല. പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസിന് എന്തോ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ മെസ്സേജ് അയച്ചു തുടങ്ങി. പിന്നെ ഇടയ്ക്ക് കാഷ്വൽ ടോക്സ്, പാട്ടിന്റെ കാര്യമൊക്കെ ചോദിക്കും, വിശേഷങ്ങളൊക്കെ പറയും. അന്നേരത്തേക്കും ബാങ്കിൽ ജോയിൻ ചെയ്തു, മുംബൈക്ക് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടില് മാട്രിമോണിയിലൊക്കെ ഇടാനായിട്ട് എൻ്റെ ചേച്ചി ന്യൂസിലൻഡാ. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ പ്ലാൻ ചെയ്തു. അവള് നാട്ടില് വരുമ്പോഴേക്കും കല്യാണം എന്നല്ല, ചെറുക്കൻ കാണാൻ പോവാവുന്ന ഒരു രീതിയിൽ അതെ നടത്താനായിട്ട് ഇപ്പോഴേ മാട്രിമോണിയിലൊക്കെ ഇടാം, മാർച്ച് ടൈമിലൊക്കെ ആണെന്ന് തോന്നുന്നു, ഇടാം എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഇടുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ എന്തോ സംസാരിച്ചപ്പോ വർഗീസിന്റെ വീട്ടിലല്ല, ഉണ്ണിക്ക് താല്പര്യമുണ്ടായിരുന്നു. പറയാൻ പറ്റില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൂടാന്നായി. പെട്ടെന്ന് തന്നെ വീട്ടിൽ പറഞ്ഞു. കാരണം ഇൻ കേസ്
ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് അത്ര താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകണ്ടല്ലോ എന്നുള്ള രീതിയിൽ വീട്ടിൽ തന്നെ പെട്ടെന്ന് പറഞ്ഞു. എന്റെ വീട്ടിലും ഭയങ്കര ഓക്കെ ആയിരുന്നു. എന്റെ വീട്ടിലും ഓക്കെ ആയിരുന്നു. പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പെട്ടെന്ന് തന്നെ പട്ടപ്പട്ടേന്ന് അങ്ങനെയൊക്കെ സെറ്റായി. എന്റെ അപ്പയ്ക്ക് മാറി. അപ്പയുടെ ഓഫീസ് മൂവാറ്റുപുഴ തന്നെ. അപ്പൊ അപ്പയ്ക്ക് അറിയാവുന്ന ഏറ്റവും നല്ല ഭയങ്കര അഭിപ്രായം. അതെ, മുനിസിപ്പാലിറ്റിയിൽ ഇത്ര നല്ല ആളില്ലാന്നൊക്കെ അങ്ങനെ വീട്ടുകാർക്ക് ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിച്ചു. പിന്നെ ഓഗസ്റ്റില് ചേച്ചി വന്നപ്പോ ചെറിയ ആദ്യം പ്രപ്പോസ് ചെയ്ത് പ്രപ്പോസൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞ. അങ്ങനെ ഐ ലവ് യു പറയുന്ന അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മള് മാരേജ് എന്നുള്ള ഇതിലായിട്ട് രണ്ട് വീട്ടിലും നോക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തതും. പിന്നെ എല്ലാം പെട്ടെന്ന് ഓഗസ്റ്റില് കല്യാണം ഉറപ്പിച്ചു. അടുത്ത ഡിസംബറിലേക്ക് വേണമെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ സംസാരിച്ച് അടുത്ത ഓഗസ്റ്റിലേക്ക് അങ്ങനെ ഒരു വർഷം ഗ്യാപ്പ് വന്നു. ഓഗസ്റ്റ് 2024 2024-25 ഒന്ന് മാറിപ്പോയതാ. 2024 ഓഗസ്റ്റ് 25-നായിരുന്നു വെഡിങ്. അങ്ങനെയാണ് വൈറൽ കപ്പിളായി. അതെ അതെ. എന്നോട് ഇങ്ങോട്ട് പറയായിരുന്നു നമുക്ക് എന്നാ പാട്ട് പാടിയാലോ എന്നൊക്കെ. എനിക്കും പാട്ട് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്. എനിക്ക് അങ്ങനെ സ്റ്റേജിൽ കയറി നിന്ന് പാടാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ എനിക്ക് ആദ്യം ടെൻഷനൊക്കെ ആയിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ വേണം. പക്ഷെ ഇപ്പൊ എന്റെ കൂടെ കൂടി അപ്പൊ രണ്ടുപേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാവോ? ചിന്ന ചിന്ന சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைக்க ஆசை விண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைக்க ஆசை. നമ്മുടെ സാംസ് മീഡിയയുടെ സാംസ് ടോക്സിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സാംസ് മീഡിയ ആയിട്ടുള്ള ആ ഒരു ജേർണി അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് വന്നത്? ഞാൻ 2 years ആയിട്ടേ ഉള്ളൂ സാംസ് മീഡിയയിൽ വന്നിട്ട്. ജോൺസൺ ചേട്ടൻ്റെ ഒരു ക്രിസ്മസിന്റെ സോങ് ത്രൂ ആണ് ഞാൻ ഈ സാംസ് മീഡിയയിലായിട്ട് വന്നത്. ഉണ്ണിക്കാണ് കൂടുതൽ എനിക്കൊന്നും ഒരു 8 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വരാനുണ്ട്. ആക്ച്വലി ഒരു 8 വർഷം മുന്നേ ഞാൻ ജോൺസൺ ചേട്ടനെ പരിചയപ്പെട്ടു. ഞങ്ങളൊരു ഓണം സോങ്ങിലൂടെയാണ് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ആദ്യത്തെ പാതിരാവിലൊരു താരകം ചെയ്തു. പിന്നെ അടുത്ത വർഷം ബേത്ലഹേം താഴ്വര, ക്രിസ്മസിന്റെ സോങ്സ് മെയിനായിട്ട്. പിന്നെ ക്രിസ്മസിന്റെ സോങ്സ് ആയിരുന്നു ചെയ്തത്. ഏറ്റവും നല്ലൊരു ടീമിനെ പിന്നെ അങ്ങോട്ട് ഓരോ വർഷവും പുതിയ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തു. നല്ലൊരു ടീം അവസാനം ഇപ്പോൾ സാംസ് മീഡിയയ്ക്ക് ഉണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല, എല്ലാവരും നല്ല ഒന്നിനൊന്ന് ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ക്രൂ ഇപ്പോൾ നമ്മുടെ സാംസ് മീഡിയയ്ക്ക് ഉണ്ട്. അത് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഈ ടീമിൽ പാട്ടായതിൽ. ആ സോങ്സ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇനിഷ്യലി വന്ന ആൾക്കാരും ഇപ്പോ ആ പാട്ടിലുള്ള ആൾക്കാരുടെ നമ്പർ നോക്കി അറിയാം എത്രത്തോളം സ്ട്രോങ് ആണ്. സോ ഇത്രയും നേരം നിങ്ങളുടെ മ്യൂസിക് ജേർണിനൊക്കെ കുറിച്ച് പറഞ്ഞു. ഇനി മുമ്പോട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എങ്ങനെയാ? ഓഫ് കോഴ്സ് നമ്മുടെ ജോലി അല്ലെങ്കിൽ ബിസിനസ് കൂടെ ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ മ്യൂസിക് ജേർണിയും ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ നമ്മളൊരു ചെറിയൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മളൊരു ഏകദേശം 1 വർഷമായി നമ്മൾ വീഡിയോ സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ഭാവിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സഭയുടെ പാട്ടുകളും അതുപോലെ ഡിവോഷണൽ സോങ്സും അതുപോലെ ഫിലിം സോങ്സും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ ടൈമാണ് ഒരു പ്രശ്നം. ഈ ജോലി കഴിഞ്ഞിട്ട് വന്ന് ഇത് റെക്കോർഡ് ചെയ്യുക അതൊരു കൺസ്ട്രെയിൻ ആണ്. ബട്ട് എന്തായാലും കൂടെ ഉണ്ടാവും പാട്ട് എപ്പോഴും. അപ്പോൾ നമ്മുടെ ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. സോ ഇനിയും നിങ്ങളുടെ കൂടുതൽ പാട്ടുകൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. സോ നമുക്ക് ലാസ്റ്റ് ഒരു പാട്ടിൽ നിന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്താലോ? ഒരു പാട്ടോടുകൂടി തന്നെ. ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളിൽ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേ
പുൽമേട്ടിലോ പൂങ്കാട്ടിലോ പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങു പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാ